നല്ല ഭാഗം പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ക്രിസ്മസ് എല്ലാം അടുത്തിരിക്കുകയാണ്. ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുകയാണ്. ക്രിസ്മസിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു ചിന്ത, ഇടം കൊടുത്തവൻ ഇടം കിട്ടാതെ പോയതിൻ്റെ ഒരു ഓർമ്മയൊക്കെയാണ്. കാരണം നമുക്കെല്ലാവർക്കും ഇടം നൽകിയതാണ് ദൈവം. പക്ഷേ ഇടം കിട്ടാതെ പോയി ദൈവത്തിന് ഈ ഭൂമിയിലേക്ക് ജന്മമെടുക്കുവാനായിട്ട്. തീർച്ചയായിട്ടും ക്രിസ്മസ് ഇടം കൊടുക്കുന്ന വ്യക്തികളെ പ്രത്യേകം നമ്മൾ പരിഗണിക്കേണ്ടത്. കർത്താവ് ഇടം കൊടുത്തു. ആ ഇടം കൊടുത്ത കർത്താവ് ഇന്ന് നമ്മളോടും പറയുന്ന ഒരു കാര്യം, ഇടം കൊടുക്കുവാൻ. നമ്മളുടെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് അല്പസ്വല്പമൊക്കെ ഇടം കൊടുക്കേണ്ടത് നമ്മുടെയൊക്കെ അത്യാവശ്യമാണ്, ചെയ്യേണ്ടത് കടമയാണ്, അതൊരു ഉത്തരവാദിത്തമാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു ചിന്തയുണ്ട്. ഒരു അമ്മച്ചി പറഞ്ഞൊരു കാര്യമാണ്, മക്കളൊക്കെ അവിടെ ഉണ്ട്, അവരൊക്കെ ഭക്ഷണം കഴിക്കും ഒരുമിച്ച്, മോനും മോളും മരുമോളും ഒക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. പക്ഷേ ഞാനും അപ്പച്ചനും ഒക്കെ അപ്പുറത്തിരിക്കുന്നുണ്ടാകും. ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് വാ ഇവിടെ ഇരിക്കി എന്നൊക്കെ പറയുകയാണെങ്കിൽ വലിയൊരു സന്തോഷമായിരുന്നു തന്നെ. പക്ഷേ എന്തോ വീട്ടിൽ ഞങ്ങൾക്ക് ഇടമില്ലാത്തത് പോലെ ഒരു അനുഭവം ഇത് ചെയ്തു അല്ലെങ്കിൽ അനുഭവപ്പെടുന്നു വച്ചാലെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലാക്കി, ഇടം കിട്ടാതെ പോവുകയാണല്ലോ. വീട്ടിൽ പോലും മാതാപിതാക്കന്മാർക്ക് ഇടം കിട്ടാതെ പോകുന്ന അനുഭവങ്ങളാണല്ലോ ഉണ്ടാകുന്നത് എന്ന് ചിന്തിച്ചു. കർത്താവ് എല്ലാവർക്കും ഇടം കൊടുക്കുവാനായിട്ട് പരിശ്രമിച്ചത്. പാപികളായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, ഒത്തിരി പാപികൾ കർത്താവിൻ്റെ അടുക്കൽ വന്നു. അവർക്കൊക്കെ കർത്താവിന് ഒരു ഇടം കിട്ടി. അതുകൊണ്ട് അവർക്ക് എല്ലാം തുറന്നു പറയാൻ സാധിച്ചു. ഇവിടുന്ന് കർത്താവിൻ്റെ കാലുകൾ കഴുകി ഇങ്ങനെയൊക്കെ ചെയ്ത സ്ത്രീ പോലും ഇടം കണ്ടെത്തിയത്. കർത്താവ് തൻ്റെ അടുക്കൽ വന്നവരും എല്ലാവർക്കും ഇടം കൊടുക്കണം. നമുക്കും ഇടം കൊടുക്കുവാനായിട്ട് സാധിക്കുന്നു. ഈ ക്രിസ്മസ് ഇടം കൊടുക്കുവാൻ നമ്മളെ ആഹ്വാനം ചെയ്യുമ്പോൾ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂട്യൂബിലും പത്രത്തിലൊക്കെ വന്നൊരു കാര്യമുണ്ട്. ഒരു വ്യക്തി തൻ്റെ സ്ഥലം വെച്ച് 10 പേർക്ക് വാങ്ങിച്ചു കൊടുത്ത് വീട് പണിത് ഇടം കൊടുക്കും. ഇതില്ലാത്തവർക്കാണ് ആ കൊടുത്തു എന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർക്ക് ഇടം കൊടുക്കുവാൻ സാധിക്കും. അത് വ്യക്തിപരമായിട്ട് ജീവിതത്തിലായിക്കൊള്ളട്ടെ, നമ്മുടെ കാര്യത്തിലായിക്കൊള്ളട്ടെ, നമ്മുടെ കുടുംബത്തിലായിക്കൊള്ളട്ടെ, മറ്റുള്ളവർക്ക് സമൂഹത്തിലായിക്കൊള്ളട്ടെ, മറ്റുള്ളവർക്ക് ഇടം കൊടുക്കുവാനായിട്ട് സാധിക്കും. ഈ ക്രിസ്മസിന്റെ ഏറ്റവും വലിയ ചിന്ത അത് തന്നെയാണ്. ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇടം കൊടുക്കുവാൻ, മറ്റുള്ളവർക്ക് ഒരു ഇടം സംസാരിക്കാൻ ഒരു പരിഗണനയായിരിക്കാം, അല്ലെങ്കിൽ രോഗിയായിട്ടുള്ള ഒരു ആശ്വാസത്തിൻ്റെ വാക്കുകളായിരിക്കാം. ഇങ്ങനെ ഇടം കൊടുക്കുവാൻ സാധിച്ചാൽ ഈ ക്രിസ്മസ് വലിയൊരു ദിവസം തന്നെയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആയിത്തീരുകയാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, ബാംഗ്ലൂരുണ്ടായിരുന്നപ്പോൾ അവിടെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. അവിടെയുള്ള എല്ലാ അമ്മച്ചിമാരാണ് അവിടെ ഉള്ളത്, പ്രായം കൂടിയവരാണ് എല്ലാവരും തന്നെ. ഞാൻ പോകുമ്പോൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, എല്ലാവരുടെയും തലയിൽ ഇങ്ങനെയൊക്കെ കൈ വയ്ക്കും, വെറുതെ ഒന്ന് തൊട്ട് ഒരു ചെറിയ അടിയൊക്കെ കൊടുത്ത് ഒക്കെയാണ് ഞാൻ അങ്ങനെ പോവുക. ഒരു ദിവസം അവിടെ ഉണ്ടായിരുന്നൊരു സിസ്റ്റർ എന്നോട് വിളിച്ചിട്ട് പറയുക, അച്ഛാ വയലറ്റ് എന്ന് അച്ഛനെ അന്വേഷിച്ചിട്ട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? അച്ഛനെ കുറിച്ചൊരു കംപ്ലൈൻ്റ് ഉണ്ട്, എൻ്റെ തലയിൽ മാത്രം അച്ഛൻ തൊട്ടില്ല. ഓ, അതായിരുന്നു കംപ്ലൈൻറ്റ്. എല്ലാവരുടെയും തലയിൽ അച്ഛൻ തൊട്ടു, പക്ഷേ വയലറ്റിൻ്റെ തലയിൽ മാത്രം തൊടാത്ത കാരണം വിഷമിച്ച് ഇവിടെ ഇരിക്കേണ്ടെന്ന് പറഞ്ഞു. അതിനെന്തോ എൻ്റെ ആ കൈവെപ്പിൽ ഒരിടം കിട്ടാതെ പോയതിൻ്റെ വിഷമം പ്രകടിപ്പിക്കുകയായിരുന്നു സിസ്റ്ററിനോട്. എൻ്റെ തലയിൽ മാത്രം അച്ഛൻ തൊട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷമമായിട്ട് പറയുന്നു. അപ്പോൾ എന്തുമാത്രം വ്യക്തികളാണ് നമ്മളുടെ ഒരു സ്പർശനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആശ്വാസ വാക്കിന് വേണ്ടിയിട്ട് ഇത് തന്നെയല്ലേ ഇടം കിട്ടുക എന്ന് പറയുന്നത്. ഈ ക്രിസ്മസ് ഇടം കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവ് നമുക്ക് ഇടം കിട്ടി, പക്ഷെ കർത്താവിന് ഇടം കിട്ടിയില്ല. ഈ ഭൂമിയിൽ ജനിക്കുവാനായിട്ട് വളരെ പ്രയാസപ്പെട്ട് കാലിത്തൊഴുത്തിലാണ് ഒരിടം കിട്ടിയത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കും മറ്റുള്ളവർക്ക് ഇടം കൊടുക്കുവാൻ സാധിക്കട്ടെ. അതായിരിക്കട്ടെ ഈ ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു.